ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസ സന്തോഷത്തോടെ വന്ന് ജയമോഹനോട് പറയുന്നുണ്ട്, അച്ഛാ, എന്നെ നമുക്കറിയാവുന്ന കുറേ പേര് വിളിച്ച കൃപയുടെ വീഡിയോനെ കുറിച്ച് അന്വേഷിച്ചു, എന്താണ് യാഥാർത്ഥ്യമെന്ന് ചോദിച്ചു എന്നൊക്കെ മാനസ അങ്ങനെ സന്തോഷത്തോടെ ജയമോഹനോട് പറയാണ്. ജയമോഹനാണെങ്കിൽ മാനസയോട് പറയുന്നുണ്ട്, മാനസ, എന്തായാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, ഇനി എന്തായാലും അത് വിട്ടേക്ക് എന്ന് പറയാണ്. എന്നാൽ മാനസിയാണെങ്കിൽ ഞാനിതൊന്നും അങ്ങനെ വിടില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ടാണ് ഹേമ വരുന്നത്. കഷ്ടം തന്നെ, ശവം കുത്തിവലിക്കാൻ നടക്കുന്ന കഴുകന്മാര്, നിനക്കും നിന്റെ അച്ഛനും ഇത്രയൊക്കെ ചെയ്തിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ കഴിയുമോ? നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊള്ളാവുന്ന ഒരു പനി വന്നാൽ തീരാവുന്ന ആയുസേയുള്ളൂ എല്ലാവർക്കും, അതോർത്താൽ നല്ലത്. ഇതിനു മുന്നേ അഹങ്കരിച്ചവരൊക്കെ കിടന്ന് പിടയുന്നത് കണ്ടിട്ടില്ലേ? അത്രയൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഹേമ അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. മാനസിയാണെങ്കിൽ ഹേമയോടുള്ള ദേഷ്യം ജയമോഹനോട് പറയുന്നുണ്ട്, ഇതെന്ത് കഷ്ടമാണ് അച്ഛാ, എപ്പോൾ നോക്കിയാലും അമ്മയ്ക്ക് ശാപം ഇത് തന്നെയുള്ളൂ. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണ്? എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. എന്തു പറഞ്ഞാലും അമ്മയ്ക്ക് നെഗറ്റീവ് മാത്രമാണ് പറയാനുള്ളത്. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം. ഇനി അലികയിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം പോലും അവർക്കുണ്ടാക്കി കൊടുക്കരുത്. ഇതോടുകൂടി എല്ലാം ശരിയായിക്കോളും, ഇനി അവള് പുറം ലോകം കാണില്ല എന്നെല്ലാം മാനസ പറഞ്ഞങ്ങനെ സന്തോഷിക്കുകയാണ്. ജയമോഹനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കൃപയെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൃപയെ ആശ്വസിപ്പിച്ച് ധൈര്യം കൊടുത്ത് കൺമണി അങ്ങനെ കൃപയുടെ മുറിയിൽ നിന്നും കൃപയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വളരെ സങ്കടത്തോടെ വരുന്ന കൃപ സാഗറിനെ കാണുന്നതും പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും മാറി മാറി കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃപ അങ്ങനെ കരയാണ്. എന്തിനാണ് എല്ലാവരും എന്നെ ഇതിനു മുന്നേ ഒരു പ്രശ്നത്തിനും പോയി ചാടണ്ട എന്ന് പറഞ്ഞത്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്നൊക്കെ കൃപ അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരോടും ഓരോന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും തന്നെ വളരെ സങ്കടത്തോടെയാണെങ്കിലും കൃപയ്ക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് കൃപയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആൻറ്റിയമ്മയെ പറഞ്ഞ വാക്കുകൾക്കെല്ലാം കൃപ അങ്ങനെ ആൻറ്റിയമ്മയോട് മാപ്പ് ചോദിക്കുകയാണ്. എല്ലാം ഞാൻ അറിയാതെ ചെയ്തത് പോയ തെറ്റാണെന്ന് പറഞ്ഞ് കൃപ അങ്ങനെ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃപയുടെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ കൃഷി കൃപയോട് പറയുന്നുണ്ട്, മോളെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോയി മാനസികയും കുടുംബത്തെയും ഇല്ലാതാക്കാം, അവരെ എല്ലാവരെയും തീർത്ത് അവരെ വേണമെങ്കിൽ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ കൃഷി അങ്ങനെ പറയാണ്. എന്നാൽ കൺമണി പറയുന്നുണ്ട്, സാർ, ഇപ്പോൾ ഇങ്ങനെയൊന്നും പറയുകയോ ചെയ്യുകയല്ല വേണ്ടത്, അവൾക്ക് ആത്മധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ പ്രതികാരത്തിനൊന്നും നിൽക്കണ്ട, അവളെല്ലാം നേരിടാമെന്ന ധൈര്യത്തോടുകൂടി തന്നെയാണ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട എന്ന് കൺമണി അങ്ങനെ പറയുകയാണ്. പിന്നീട് സുലോചന അമ്മായിയാണെങ്കിൽ ശ്രീനിവാസൻ പുറത്തുപോയി വരുന്നതും കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ശ്രീനിവാസൻ വളരെ വൈകിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. സുലോചന അമ്മായി ശ്രീനിവാസനെ കാണുന്നതും ഏട്ടൻ എവിടെയായിരുന്നു, എന്തായിരുന്നു ഇത്ര നേരമെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. ശ്രീനിവാസൻ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോകുമ്പോഴേ പറഞ്ഞതല്ലേ, മരണ വീട്ടിലേക്കാണ് പോകുന്നത്, വൈകിട്ടേ വരുള്ളൂ എന്ന്. പിന്നെന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സുലോചന അമ്മായി പറയുന്നുണ്ട്, ഇവിടെ ക്രിഷ് സാറ് വന്നിരുന്നു. കൺമണിയും വിളിച്ചുകൊണ്ട് ക്രിഷ് സാറ് പുറത്തേക്ക് പോയി, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കൺമണി എന്തിനാണ് ഈ രാത്രിയിൽ ക്രിഷ് സാറിൻ്റെ കൂടെ പോകുന്നതെന്ന് ചോദിച്ച് ശാന്ത ചേച്ചിയും ധനലക്ഷ്മിയും കൂടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി എന്നെല്ലാം സുലോചനമായി നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് ശ്രീനിവാസൻ, ഇവർക്കിത് എന്തിൻ്റെ കുഴപ്പമാണ്, കൺമണിയെ നോക്കാൻ അവൾക്ക് നന്നായി അറിയാമെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ധനലക്ഷ്മിയും ശാന്തമ്മായും വരുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസൻ ശാന്തമ്മയോടും ധനലക്ഷ്മിയോടും ദേഷ്യപ്പെടുകയാണ്. എൻ്റെ മോൾക്ക് സാഗസാറോ അവരുടെ കുടുംബത്തിലുള്ള ആര് വിളിച്ചാലും പോകേണ്ടി വരും. കൺമണിയും കൃഷും ഇതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലല്ലോ. എൻ്റെ മോളെ എനിക്ക് നല്ല വിശ്വാസമാണ്, അതുകൊണ്ട് നിങ്ങളാരും ഇനി അവളെ ഒന്നും പറയണ്ട എന്ന് ശ്രീനിവാസൻ അങ്ങനെ ശാന്തമ്മയോടും ധനലക്ഷ്മിയോടും പറയുന്നുണ്ട്. അപ്പോഴാണ് കൺമണി ശ്രീനിവാസൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അച്ഛാ, സാഗസാറിൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇന്നിവിടെ എനിക്ക് നിന്നേ പറ്റൂ. ഈ രാത്രിയിൽ എനിക്ക് വരാൻ കഴിയില്ല, നാളെ രാവിലെ നേരത്തെ തന്നെ ഞാൻ വരാം. ഇവിടെ എല്ലാവരും എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് എന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ ശ്രീനിവാസൻ, അതൊന്നും കുഴപ്പമില്ല മോളെ, നീ രാവിലെ വന്നാൽ മതി, ഇനിയിപ്പോൾ ഈ നേരത്തെ വരാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ് ശ്രീനിവാസൻ. എന്നിട്ട് ധനലക്ഷ്മിയോടും ശാന്തമ്മയോടും പറയുന്നുണ്ട്, കൺമണി ഇന്ന് ഇങ്ങോട്ടേക്ക് വരില്ല, ഇനി അതിനും ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നാലെ തന്നെ സുലോചനമ്മായും പോകുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ കൺമണി ജഗ്ഗിൽ വെള്ളവുമായി കൃപയുടെ റൂമിലേക്ക് വരികയാണ്. കൃപെ വായോ, നമുക്ക് കിടക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും കൃപ പറയുന്നുണ്ട്, കൺമണി നിനക്ക് വേണമെങ്കിൽ നീ ഉറങ്ങിക്കോ, ഞാനിപ്പോൾ ഉറങ്ങുന്നില്ലെന്ന് പറയാണ്. കൺമണി അങ്ങനെ, ഇതെന്താണ് കൃപ, ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ, വീണ്ടും നീ ഇങ്ങനെ ഡൗൺ ആയാൽ എങ്ങനെ കാര്യങ്ങൾ ശരിയാവും?
നമ്മളെല്ലാം പൊരുതാൻ തീരുമാനിച്ചതല്ലേ, നാളെ തൊട്ട് നീ പഴയതുപോലെ പുറത്തിറങ്ങുകയും ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ചുട്ട മറുപടി കൊടുക്കുകയും എല്ലാത്തിനും പ്രതികരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ബോൾഡായി നിൽക്കേണ്ടത്. നാളെ വേറൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ വന്നാലും നീ അവർക്കെല്ലാവർക്കും ഒരു മാതൃകയാവണം. ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ കൺമണി അങ്ങനെ ചോദിക്കുകയാണ്. കൃപ അങ്ങനെ കൺമണി പറഞ്ഞോ, ഞാൻ കൺമണി പറയുന്നത് എന്തും ചെയ്യാമെന്ന് അങ്ങനെ വാക്കുകൊടുക്കുകയാണ്. കൃപയുടെ റൂമിന് പുറത്താണെങ്കിൽ സാഗറും കൃഷും ആൻറ്റിയമ്മയും സുജുവും എല്ലാവരും തന്നെ ഇപ്പോഴും ആ വീഡിയോയുടെ ഷോക്കിൽ നിന്നും മാറാതെ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. സുജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാഗർ അപ്പോൾ സുജുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് സാഗറിനോട് കൃഷ് പറയുന്നുണ്ട്, കൃപയുടെ കൂടെ കൺമണി ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കൺമണി എന്തായാലും അവളെ ധൈര്യമായി നോക്കിക്കോളും, അതെനിക്ക് ഉറപ്പാണെന്ന് കൃഷ് അങ്ങനെ പറയാണ്. ആൻറ്റിയമ്മ അപ്പം വന്ന് ദേഷ്യത്തോടെ കൃഷിനോടും സാഗറിനോടും പറയുന്നുണ്ട്, നിങ്ങൾ ആ മാനസി ഒന്ന് വിളിക്കേ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയതിന് നമുക്ക് അവളോട് കണക്ക് ചോദിക്കണ്ടേ, എനിക്ക് വിളിച്ച് അവളോട് 2 വർത്തമാനം പറയണം, നിങ്ങൾ എന്തായാലും മാനസിയെ വിളിക്കുകയെന്ന് ആൻറ്റിയമ്മ പറയുകയാണ്. എന്നാൽ സാഗറും കൃഷും അതിന് മുതിരുന്നില്ല. അങ്ങനെ ആൻറ്റിയമ്മ തന്നെ ഞാൻ മാനസിയെ വിളിച്ചോളാം എന്ന് പറഞ്ഞു പോവാനായി നിൽക്കുമ്പോൾ കൃഷ് ആൻറ്റിയമ്മയെ പിടിച്ചു നിർത്തുന്നുണ്ട്. ആൻറ്റിയമ്മ അപ്പം മാനസിയെ വിളിക്കണ്ട, വിളിച്ചാലും കാര്യമൊന്നുമില്ലല്ലോ, അവര് നമ്മളെ പരിഹസിക്കുകയുള്ളൂ, ആദ്യം കൃപ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് കാണേണ്ട രീതിയിൽ എല്ലാവരെയും നമുക്കൊന്ന് കാണാം. ഇനി അങ്ങോട്ട് നമ്മൾ ഒന്നും വിട്ടുകളയില്ല, ഇതിനെല്ലാം കണക്ക് ചോദിക്കണം. കണക്ക് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അച്ഛാ ജീവിച്ചിരിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ നിന്നും അനാഥനാണെന്ന് അറിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഞാനുണ്ട് ഏട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഇരുന്നവളാണ് കൃപ. അങ്ങനെയുള്ള അവൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ചോദിക്കണ്ടേ? അവളെ മാനം കെടുത്തിയ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഞാൻ തീർക്കും എന്നെല്ലാം കൃഷ് അങ്ങനെ വാശിയോടെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് പറയുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ മാനസ ഫോൺ എടുത്ത് ദേവ്ജിയെ വിളിക്കുകയാണ്. ദേവ്ജി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലാണ് മാനസ, എന്താണ് കാര്യമെന്ന് ഗൗരവത്തോടെ ചോദിക്കുകയാണ്. മാനസ അപ്പം പറയുന്നുണ്ട്, ദേവ്ജിക്ക് എന്താണ് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ, വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓണർ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഈ പ്രായത്തിൽ നിങ്ങളെ ഇനി ഞാൻ ശീലങ്ങൾ പഠിപ്പിക്കണോ ദേവ്ജി? നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ശൗര്യം? നാട്ടിൽ പല കാര്യങ്ങളും നടക്കും ദേവ്ജി, ഇതിനൊക്കെ ദേവ്ജി ഇങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ? ദേവ്ജി അലിഗയുടെ സ്റ്റാഫല്ലേ, അലിഗ എന്ന ഒരു സ്ഥാപനത്തിൽ പാലിക്കേണ്ട നിയമങ്ങളും വശങ്ങളൊക്കെ ദേവ്ജി തന്നെയല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറ്. എന്തുകൊണ്ടാണ് ഈ അമർഷം ഇപ്പോൾ ദേവ്ജി കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ എന്തായാലും ഇപ്പോൾ ദേവ്ജിയെ വിളിച്ചത് കമ്പനിയിലെ എഗ്രിമെൻ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ്. ഇനി മുതൽ കൃത്യസമയത്ത് ദേവ്ജി ഓഫീസിലെത്തിക്കൊള്ളണം. ഇനി മുതൽ എഗ്രിമെൻ്റ് വ്യവസ്ഥകൾ അവസാനിക്കുന്നത് വരെ ഫുൾ ടൈം നിങ്ങൾ അലിഗയിലുണ്ടാവണം. അവിടെ നിങ്ങൾക്കായി കുറേ കാഴ്ചകൾ ഞാൻ ഒരുക്കി വെക്കുന്നുണ്ട്, അത് കണ്ട് നിങ്ങളുടെ കണ്ണ് നിറയണം ദേവ്ജി എന്ന് മാനസ അങ്ങനെ പറയുകയാണ്. എന്നാൽ തക്ക മറുപടി തന്നെ ദേവ്ജി പറയുന്നുണ്ട്, കമ്പനിയിലെ എഗ്രിമെൻറ്റും ജോലിയെക്കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട മോളെ, നിന്റെ കമ്പനിയിലെ വെറുമൊരു സ്റ്റാഫാണ് ഞാനെന്ന ഒരു പരിഹാസം നിനക്കുണ്ടെന്ന് എനിക്കറിയാം, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി വരുന്ന നടപടികളൊക്കെ എങ്ങനെ സ്വീകരിക്കാമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതിനെ ഏത് വിധേനയും നേരിടാൻ ഞാൻ തയ്യാറുമാണ്, അതുകൊണ്ട് നീ എന്നെ അധികം പേടിപ്പിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേവ്ജി അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.